വീണ്ടും ജീവനെടുക്കുകയാണ് കാട്ടാന. നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. മൂലേപ്പാടത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത്. അരുൺ അമർനാഥ് ഉണ്ട്. അരുൺ, എപ്പോഴായിരുന്നു ഈ സംഭവം? രതീഷ്, ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി ഈ ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ജാർഖണ്ഡ് സ്വദേശിയായ ചാരു ഒറവോൺ. അതിനിടെയാണ് റബ്ബർ മരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കാട്ടാന പെട്ടെന്ന് ആക്രമിക്കുന്നത്. തൽക്ഷണം മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം മൂലേപ്പാടത്താണ് ഇത്തരം ഒരു ആക്രമണം നടക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് കാട്ടാന വിഹരിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ കാട്ടുകാര വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നുമാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ചാരു ഒറവോൺ എന്ന ജാർഖണ്ഡ് സ്വദേശിക്കാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നോ അതോ മറ്റാളുകൾ ഉണ്ടായിരുന്നോ? ആ സമയം ഈ ടാപ്പിംഗ് തൊഴിൽ കഴിഞ്ഞ് ഈ ഒരു പ്രദേശത്തേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം. ആ സമയത്താണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് ഈ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇദ്ദേഹം. ഈ നിലമ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ അത് വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ഒട്ടേറെ പ്രദേശം കൂടിയാണല്ലോ. ഈ റബ്ബർ തോട്ടത്തിന് സമീപത്തും വനമേഖലയാണോ? പതിവായി ആന ഇറങ്ങുന്ന സ്ഥലമാണോ? അതെ, പ്രദേശത്തൊക്കെ അകമ്പാടം എന്ന് പറയുന്നത് ചാലിയാർ പഞ്ചായത്താണ്. അത് നിലമ്പൂർ വനമേഖലയിൽപ്പെട്ട പ്രദേശം തന്നെയാണ്. ഈ മേഖലയിലൊക്കെ കാട്ടാനകൾ വിഹരിക്കുന്നതാണ്. അത് തന്നെയാണ് ഇന്നലെയും ഈ മേഖലയിൽ കാട്ടാന വിഹരിക്കുന്നുണ്ടായിരുന്നു. ഈ ആന തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഈ മേഖലയിൽ പതിവായി തന്നെ വന്യജീവി ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന മേഖലയാണ്. അവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ഇത് ഇന്നലെ ആന ഈ പ്രദേശത്ത് ഇറങ്ങിയപ്പോൾ നാട്ടുകാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ കൂടിയാണ്. ഇന്ന് രാവിലെ ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആന വനമേഖലയിലേക്ക് മടങ്ങി എന്നൊക്കെയാണ് നാട്ടുകാർ കരുതിയിരുന്നത്. പക്ഷേ ആന ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആനയെ വനമേഖലയിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ആന വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അപകടകരമായ സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്ന പ്രദേശമാണ്, കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ RRT ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ടല്ലോ. അങ്ങനെ കൂടുതൽ കാര്യക്ഷമമാണോ സാധാരണ നിലയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട്? അതായത് പലപ്പോഴായി തന്നെ നിരന്തരമായി നമുക്ക് ഈ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി ഉയരുന്നതാണ് ഈ വന വകുപ്പിന്റെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇത് പലപ്പോഴായി ചിലപ്പോൾ ഉൾവനത്തിലൊക്കെ ആകാം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രദേശത്ത് ഒക്കെ ഇതിനു മുമ്പുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അകമ്പാടം മേഖലയിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴായി തന്നെ ഇത്തരം വന്യജീവി ആക്രമണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴുണ്ടായ സംഭവം ഇത് ഈ തൊഴിൽ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഉണ്ടായതാണ്. ഇതിനു മുൻപ് ഇത്തരത്തിൽ ഈ മേഖലയിലുള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടുണ്ടോ എന്നത് കൂടുതൽ വ്യക്തമല്ല. അതിൽ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടി അനിവാര്യമാണ്. എങ്കിൽ പോലും ഈ ഒരു മേഖലയിൽ ഇത് രാവിലെ പകൽ സമയത്ത് കൂടിയാണ്. ഇന്നലെ കാട്ടാനയെ കണ്ടിട്ടും ഇന്ന് കാട്ടാനയെ പൂർണ്ണമായി തുരത്താനുള്ള നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നോ എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരം എന്തായാലും വനംവകുപ്പൊക്കെ നൽകേണ്ടതുണ്ട്. രതീഷ്, ഇദ്ദേഹം ജാർഖണ്ഡ് സ്വദേശിയാണെന്നാണല്ലോ അരുൺ ലഭിക്കുന്ന വിവരം. ഈ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള അങ്ങനെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ ഒട്ടേറെ തൊഴിലാളികൾ ഇവിടെയുണ്ട്. ഈ റബ്ബർ വെട്ട് പോലെയുള്ള ജോലികളിലും അവരുണ്ടോ? ഒട്ടേറെ പേരുണ്ടോ? ഇദ്ദേഹത്തിന്റെ മറ്റു വിവരങ്ങൾ എന്താണ്? കുടുംബം ഇവിടെയുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതായത് ഈ മേഖലയിൽ ടാപ്പിങ്ങിനായി തന്നെ കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഒപ്പം തന്നെ മറ്റ് ജോലികളിലൊക്കെ തന്നെ ഈ മേഖലകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവർ തൊഴിലാളികൾ എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഈ സമയത്ത് ടാപ്പിംഗ് കഴിഞ്ഞ് ജോലികൾ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. സാധാരണ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ജോലിയിൽ ഏർപ്പെടുന്നതും ഒരുമിച്ച് പോകുന്നതും ഒക്കെ തന്നെ. ഈ സമയത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് രതീഷ്. ഈ സംഭവം നടന്ന സമയത്ത് ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് തന്നെയാണ്.